PSC Hot Topicsന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? നാണു ആശാനെ അയ്യർ സ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലിയ മഹാസഭ സ്ഥാപിച്ചത്. നാലാമത്തേത്, വക്ക മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. അപ്പൊ ഇതിൽ ശരിയായത് ഏതാണ്? ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞത് എല്ലാം. ഇനി രണ്ടാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. അപ്പം മരുതം എന്തായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തണ്ണീർത്തട കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് മരുതം. പാലായി എന്ന് പറയുന്നത് കൊള്ളടി സംഘങ്ങളായിരുന്നു. മുല്ലായി എന്ന് പറയുന്നത് മൃഗസംരക്ഷണമായിരുന്നു. ഇനി നെയ്തൽ ഉപ്പ് നിർമ്മാണം. അപ്പൊ നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇത് വാദിച്ചത് ഗാന്ധി ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നത്. അഞ്ചാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 എന്നാണ് 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഇതിന്റെ ആൻസർ വന്നത് രാജ്ഗുരു ആണ്. ലാഹോർ ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് രാജ്ഗുരു ആയിരുന്നു. ഇനി ഏഴാമത്തെ ചോദ്യം, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയതാര്? ഇതിപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുകൂടെ നോക്കി വെച്ചോളൂ. രാമചന്ദ്ര ഗുഹയാണ് എൻ്റെ ആൻസർ വന്നത്. ഒരു PQ ആയിരുന്നു. ഇനി എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആണോ? അല്ല. ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ടെന്തായാലും തെറ്റാണെന്ന് അറിയാം. ഇനി ഇതിൽ നമുക്ക് ബാക്കി ഓപ്ഷനോട് വായിച്ചു നോക്കാം. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. അത് ശരി തന്നെയാണ്. അപ്പൊ രണ്ട് തെറ്റും 3 ശരിയുമാണ്. അപ്പൊ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാം. ആൻസർ എന്താണ്? ബി ആണ് വരുള്ളൂ. ഇനി നാലാമത്തെ ഇതും കൂടെ വായിച്ചു നോക്കാം. 1949 ചൈനയിലെ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ആണോ? 49 പൊട്ടിപ്പുറപ്പെടുന്നത്. അതും തെറ്റല്ലേ? അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and 4. ഒമ്പതാമത്തെ ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? പിന്നെ ആൻസർ വന്നത് വിഷ്ണു ദേവ്സായി ആണ്. ഈ റീസെന്റ് കുറെ സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നടന്നിരുന്നു. അതിലൊന്നായിരുന്നു ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അടുത്ത് മാറിയിരുന്നു. ആൻസർ വന്നത് വിഷ്ണു ദേവ്സായി. ഇനി 10ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 11ാമത്തെ ചോദ്യം, ഇത് നല്ലൊരു ചോദ്യമാണ്. എല്ലാവർക്കും തന്നെ ഇത് അറ്റൻഡ് ചെയ്ത മിക്കവർക്കും തന്നെ ഇത് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോക്കി വയ്ക്കാം. ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീരത്ത സമതലങ്ങളും കുത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ് ആൻസർ വരുന്നത്. എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം എവിടെയാണ്? പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഓപ്ഷൻ ഡി. ഇനി 12ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കാം. ഓപ്ഷൻ 1, അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. അത് ശരിയാണ്. ഇനി യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അതും ശരി തന്നെയാണ്. ഇനി മൂന്നാമത്തേത്, ആൻഡീസും ഹിമാലയം ഇളം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അതും ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 12 ഓപ്ഷൻ എ ആണ്. എന്ത് മുകളിൽ പറഞ്ഞത് എല്ലാം. 13ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ 1, വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയനിൽ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. അതും ശരിയാണ്. ജൂലൈ 4 അഫീലിയൻ സംഭവിക്കുന്നത്. പെരിഹീലിയൻ ഉണ്ടാവുന്നത് ജനുവരി 3. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ എന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാം ശരിയാണ്. ഇനി 14ാമത്തെ ചോദ്യം,
പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം എൻ്റെ ആൻസർ വരുന്നത് ഇടുക്കി. ഇനി 15ാമത്തെ ചോദ്യം, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. ഇത് റീസെന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ തന്നെയായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് 15 ഓപ്ഷൻ എ ആണ് ആൻസർ. പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം. എന്താണ് പേസിന്റെ ഫുൾ ഫോം? പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം. 16ാമത്തെ ചോദ്യം, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഒന്നാമത്തെ ഓപ്ഷൻ, GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തെ, പരോക്ഷ നികുതി സംബന്ധമായ കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇനി മൂന്നാമത്തെ വന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം തെറ്റാണ്. 1ഉം 3ഉമാണ് തെറ്റ്. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതായിരുന്നു ശരി. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഒന്നാമത്തെ ഓപ്ഷൻ, RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അത് ശരിയാണ്. 6 മാസത്തിനുള്ളിൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി RBI ഗവർണർ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതും ശരി തന്നെയാണ്. MPCയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഇത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ വന്നത് 17A ആണ്. 1ഉം 2ഉം ആണ് ശരി. എന്താ പറഞ്ഞത്? RBI 6 മാസത്തിൽ മോണിറ്ററി പോളിസി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് RBIയുടെ ഗവർണർ. അത് രണ്ടുമാണ് ശരി. ഇനി 18ാമത്തെ ചോദ്യം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ രീതിയിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണെന്ന്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുമാനത്തിന് നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റത്തിനാണ് എന്ത്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരി. 19ാമത്തെ ചോദ്യം, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി? ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഓപ്ഷൻ 2, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഓപ്ഷൻ 3, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം. പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ഇനി 20ാമത്തെ ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാഷ് ആണ്. എത്രയാണ്? 5.8 ആണ്. ഓപ്ഷൻ സി. 21ാമത്തെ ചോദ്യം, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ മൗലികാവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, പൗരത്വം, അടിയന്തര വ്യവസ്ഥകൾ. പിന്നെ ആൻസർ വരുന്നത് പൗരത്വമാണ്. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്നത്. ഇനി 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14 ആണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം. 23ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് എന്നാണ്? ഓപ്ഷൻ ബി 1971. ഇനി 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാമത്തെ ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളതെന്ന്? പോസ്റ്റ് ഓഫീസും ടെലിഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യം ശുചിത്വവും, സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. അപ്പം ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, സാമൂഹ്യ സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. പോലീസ് വന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, പൊതുജനാരോഗ്യം വന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇനി ഫസ്റ്റത്തെ വന്നത് യൂണിയൻ ലിസ്റ്റിലാണ്.
ഇനി 25ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന്. ഇതിന്റെ ആൻസർ പറയുന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു സുകാർണോ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 26ാമത്തെ ചോദ്യം, ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്, സോളാർ ഇലക്ട്രിക് പദ്ധതി. അപ്പോൾ ഈ ക്രാന്തി എന്ന പദം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡെലിവറി ആയിട്ടാണ്, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് അംഗമായിട്ട് വന്നത്, ഓപ്ഷൻ സി. ഇനി 28ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രപതി നിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് 86ലെ നിയമപ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബോർഡിന്റെ അധ്യക്ഷൻ ആവുന്നത്, ഓപ്ഷൻ സി. 29ാമത്തെ ചോദ്യം, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശ സ്ഥാപനങ്ങളാണ്, അത് ശരിയാണ്. ഇനി 2ാമത്തെ ഓപ്ഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ, അത് ശരിയാണ്. ഇനി അടുത്തത്, കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്, അതും ശരിയാണ്. അംഗങ്ങളെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ജസ്റ്റ് വായിച്ചു വെക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം, ഇല്ല. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാൻ പ്രസിഡന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തെറ്റ്, ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത്തെ ചോദ്യം, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? എന്നായിരുന്നു? 2011 ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത്. ഇനി 31ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? കേരളം, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം ഏതാണ്? മണിപ്പൂരാണ്. ഇനി 32ാമത്തെ ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം പറഞ്ഞത്. ഇനി ഇതിന്റെ എക്സ്റ്റൻഷൻ വേർഷൻ വരുന്നുണ്ട്, അത് ജസ്റ്റ് റെഫർ ചെയ്ത് വെക്കാം. ഇനി 33ാമത്തെ ചോദ്യം, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമമാണ് ശോണിതപുരം, ഓപ്ഷൻ ബി. 34ാമത്തെ ചോദ്യം, 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ആരായിരുന്നു? UR ആനന്ദമൂർത്തി, MT വാസുദേവൻ നായർ, ONV കുറിപ്പ്, ശ്വേത ദേവി. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് MTക്കാണ് 1995 ജ്ഞാനപീഠം ലഭിക്കുന്നത്, ഓപ്ഷൻ ബി. ഇനി 32ാമത്തെ ചോദ്യം, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പൂന്താനമാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്. ഇനി 36ാമത്തെ ചോദ്യം, പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഇതിൻ്റെ ആൻസർ വരുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം. ഇനി 37ാമത്തെ ചോദ്യം, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955 മെയ് 11, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി 38ാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി 39ാമത്തെ ചോദ്യം, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കാൻ പോണേന്ന്? അപ്പം എൻ്റെ ആൻസർ വരുന്നത് മിലാനും കോർട്ടിന ഡി ആംബസോയും. മിലാന കോർട്ടിന ഡി ആംബസോയും.
ഓപ്ഷൻ സി ആണ് വരുന്നത്. 40ാമത്തെ ചോദ്യം, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ലൊരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വന്നത്, ഇത് ഏത് കൃതിയിലെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, ഗീതാഞ്ജലിയിലെ വാക്കുകളാണ്. ഗീതാഞ്ജലി ടാഗോർ പറഞ്ഞ വാക്കുകളാണിത്. ഇനി 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. ബാക്കി മൂന്നും ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സർ ആണ്. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, ഓപ്പൺ സോഫ്റ്റ്വെയറുകളാണ്. ഇനി 43ാമത്തെ ചോദ്യം, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ലാൻഡ്, പാൻ, വാൻ. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, വാൻ ആണ് വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല. ഇനി 44ാമത്തെ ചോദ്യം, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഇതിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ബ്രൗസർ ആണ്, നമ്മൾ വെബ് പേജ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 45ാമത്തെ ചോദ്യം, IT ആക്ട് നിലവിൽ വന്ന വർഷം? ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്, PQ ആണ്. ആൻസർ വന്നത് ഓപ്ഷൻ ഡി, 2000. 46ാമത്തെ ചോദ്യം, സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? ഇപ്പൊ 8.3 ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില് സെക്കൻഡ് തന്നിട്ടുണ്ട്, മിനിറ്റ് ഒന്നും തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും സെക്കൻഡ് വരില്ല, മിനിറ്റ് വരുള്ളൂ എന്നൊക്കെ അറിയാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 8.3 മിനിറ്റ്. ഇനി 47ാമത്തെ ചോദ്യം, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ജ്യോതിശാസ്ത്ര പഠനം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണം, കണികാ ഭൗതിക ഗവേഷണം, ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേഷണം. നമ്മൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഫിസിക്സിലെ മറ്റേ ദ്രവ്യത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഫ്രാൻസിലെ ഗവേഷണ കേന്ദ്രത്തിന്റെ കാര്യം എല്ലാം പറയണ്ട. ആ കൂട്ടത്തില് LHSന്റെ കാര്യം പറയണ്ട. അപ്പൊ എന്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് കണികാ ഭൗതിക ഗവേഷണം. ഇനി 48ാമത്തെ ചോദ്യം, സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്? ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, അണുസംയോജനം വഴിയാണ്. ഇനി അടുത്ത ചോദ്യം 49, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ? ഇതിപ്പോ PQ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കി വയ്ക്കുക. കോശശ്വസനം വഴിയാണ് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭ്യമാക്കുന്നത്. ഇനി COP28ന്റെ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? 50ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നത് ടി, ദുബായിലായിരുന്നു COP28 നടന്നത്. 51ാമത്തെ ചോദ്യം, 7x+2 = 49:2x-3 ആണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ്? അപ്പോൾ ഇതിന്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, 8/3 ആണ് ആൻസർ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 8/15 ആണ്, ഓപ്ഷൻ സി ആണ്. ഇനി 53ാമത്തെ ചോദ്യം, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6ഉം ഉൽപ്പന്നം 480ഉം ആണെങ്കിൽ വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നതും 24 ആണ്. ഇനി 54ാമത്തെ ചോദ്യം, 4 ഒറ്റ സംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ 4ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 241. ഇനി 55ാമത്തെ ചോദ്യം, എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും? എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 16 ദിവസം.
ഇനി 56ാമത്തെ ചോദ്യം, അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 184, ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 58ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 58ാമത്തെ ചോദ്യം, PQ എന്നത് കേന്ദ്രം Oയുള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ്. ഇനി Pയിൽ ടാൻജന്റ് വരയ്ക്കുക, വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. Sൽ P ടാൻജന്റിനെ സംയോജിപ്പിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSR = 48 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ PQR എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, 42 ഡിഗ്രി ആയിരിക്കും ആൻസർ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കും എഴുതണമെന്ന്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 60ാമത്തെ ചോദ്യം, ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിന്റെ മകനാണ് ആബേൽ. ഡെന്നിസിന്റെ പിതാവാണ് ഡാനി. ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരായിരിക്കുന്നു? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി, പേരക്കുട്ടിയായിരിക്കും. ടോം ഡാനിയുടെ പേരക്കുട്ടിയായിരിക്കും. 61ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിന്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 155 ഡിഗ്രിയിൽ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 63ാമത്തെ ചോദ്യം, ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18ാം ദിവസം ഏത് ദിവസമായിരിക്കുന്നു? ഇതിൻ്റെ ആൻസർ വരുന്നത് ഞായറാഴ്ച ആയിരിക്കും, ഓപ്ഷൻ സി ആണ്. 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? അപ്പോൾ ഇത് കാണാനായിട്ട് ഒരു ട്രയാങ്കിളിനെ നടുക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ട്രയാങ്കിൾ കിട്ടും. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 12 കിട്ടുക, ഓപ്ഷൻ ഡി. 65ാമത്തെ ചോദ്യം, ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, 5 കിലോമീറ്റർ അകലെയാണ്. ഇനി 66ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 33 പെൺകുട്ടികൾ ഉണ്ടാവും. ഇനി 67ാമത്തെ ചോദ്യം, കാട് മൃഗശാല, കടൽ എന്തായിരിക്കുന്നത്? കാടിൻ്റെ ചെറുതാണ് മൃഗശാല എന്ന് പറയുന്നത്. അപ്പോൾ കടലിൻ്റെ ചെറുതാണ് എന്ത്? അക്വേറിയം. 68ാമത്തെ ചോദ്യം, 5, 10, 26, 50, -170. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 68ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 122. ഇനി 69ാമത്തെ ചോദ്യം, 237 ഡിവിഷൻ ഡാഷ് = 23,700. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന ഏതുകൊണ്ടാണ് 237 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ആൻസർ കിട്ടുന്നതാണ് ചോദിച്ചത്. അപ്പോൾ 69ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 0.01. ഇനി 70ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, 5418. 71ാമത്തെ ചോദ്യം, one must do dash work, one must do one's work. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി 72ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിങ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അക്വൈൻറ്റൻസ് ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി 73ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. 74ാമത്തെ ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിങ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷൻസ്. ട്രാൻസ്ഫോം, ഇൻഡ്യൂസ്, എഫക്റ്റ്, മോഡിഫൈ. എന്തായിരിക്കും കറക്റ്റായിട്ട് തോന്നുന്നത്? എന്താ? റൈസിങ് എയർ ടെമ്പറേച്ചർ നമ്മുടെ ഓഷൻ്റെ ഫിസിക്കൽ നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി. ഇനി ഐഡൻറ്റിഫൈ ദ സിനോണിമം ഓഫ് വെനറേറ്റ്. വെനറേറ്റിൻ്റെ സിനോണിമാണ് റെസ്പെക്റ്റ്. സിനോണിമം ഓഫ് വെനറേറ്റ് റെസ്പെക്റ്റ് ആണ്. 76ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഇമാസിയേഷൻ. ഇമാസിയേഷൻ്റെ ആൻറ്റോണിം എന്താണെന്നാണ്? ഇൻവിഗൊറേഷൻ ആണ് ഇമാസിയേഷൻ്റെ ആൻറ്റോണിം. ഇനി 77ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. ബ്ലർഡ്,
കൺഫ്യൂസ്ഡ്. പിന്നെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, മഡിൽഡ്, അൺക്ലിയർ. ഓപ്ഷൻ ഡി. 78ാമത്തെ ചോദ്യം, എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. എന്താ പറയുക? നിംബസ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി. ഇനി 79ാമത്തെ ചോദ്യം, ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നത്. ഇനി 80ാമത്തെ ചോദ്യം, ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി, ഐ എം ഗോയിങ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ആണ്. ഇനി 81ാമത്തെ ചോദ്യം, ദ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. കോസ്റ്റ്, ഇത് കമ്പാരിസൺ ആണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി, കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഇൻ ഫർണിച്ചർ ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 82ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 83ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രണ്ട്ഷിയർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദി ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിസ്പൈറ്റ് ബീയിങ് ദ ഡൊമിനന്റ് പാർട്ട്ണറും ഹാവ് ഓൾ അഡ്വാൻറ്റേജും. അപ്പോൾ ഓപ്ഷൻ ഡി, ഡോമിനൻറ്റും അഡ്വാൻറ്റേജും. ഇനി 84ാമത്തെ ചോദ്യം, വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ members of his cabinet dash to be present at the function. എന്തായിരുന്നു 84ാമത്തെ ചോദ്യം? വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ members of his cabinet dash to be present at the function. അപ്പം ഇതിൻ്റെ ആൻസർ വന്നത് ഈസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിത്ത് വരുമ്പോൾ വിത്തിന് മുന്നുള്ള നൗൺ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ആണ് നമുക്ക് കൊടുത്തത്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഈസ്. 85ാമത്തെ ചോദ്യം, നോ സൂണർ ഹാഡ് ഷീ എൻറ്റർഡ് ദ റൂം ഡാഷ് ആൻഡ് എവരിബഡി ബിഗിൻ ടു മേക്ക് ദ സൗണ്ട്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, ദാൻ ദ ലൈറ്റ് വെൻറ്റ് ഔട്ട്. ഇനി 86ാമത്തെ ചോദ്യം, വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെക്ഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി, ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. ഇനി 87ാമത്തെ ചോദ്യം, ദ ഗസ്റ്റ് അഡ്മിറഡ് my paintings but they dash my writings. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി, seemed to have disliked. ഓപ്ഷൻ സി, seemed to have disliked. ഈ 88ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 89ാമത്തെ ചോദ്യം, ഓർണിറ്റോളജി മീൻസ് എന്താന്ന്? ഓർണിറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്. ഇനി 90ാമത്തെ ചോദ്യം, സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ. ഓൾട്ടർനേറ്റീവ് വേർഡ് എന്താണ്? അൺപ്ലസൻറ്റ്. അതാണ് ഓൾട്ടർനേറ്റീവ് വേർഡ് ഡിസ്റ്റേസ്റ്റ്ഫുള്ളിന്. 91ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അരോഗ ശരീരം. ഇനി 92ാമത്തെ ചോദ്യം, പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ എന്തായിരിക്കുന്നത്? പോട്ടവൻ, പോട്ടേയവൻ. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷനും ശരി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നത്. ഇനി 93ാമത്തെ ചോദ്യം, പിരിച്ചെഴുതാനാണ് കാട്ടിനേൻ. കാട്ടിനേൻ എങ്ങനെ പിരിച്ചെഴുതുക? കാട്ടി പ്ലസ് ഏനാണ് കാട്ടിനേൻ. ഓപ്ഷൻ എ. ഇനി 94ാമത്തെ ചോദ്യം, തെറ്റില്ലാത്ത വാക്യം എഴുതാനാണ്. അപ്പോൾ ഇതിൽ തെറ്റില്ലാത്ത വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ ബി ആണ്. ഇനി 95ാമത്തെ ചോദ്യം, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ തർജ്ജമയാണ് ചോദിച്ചാണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഓപ്ഷൻ ഡി. 96ാമത്തെ ചോദ്യം, തേൻ എന്നർത്ഥം വരുന്ന പദം ഏതാണെന്നതിൽ. അപ്പം എൻ്റെ ആൻസർ വന്നത് മധൂലിയാണ്. മധൂലിയാണ് ഇതിൽ തേൻ എന്ന അർത്ഥം വരുന്നത്. ഇനി 97ാമത്തെ ചോദ്യം, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന പഴഞ്ചൊല്ല് ഏതാണ്?
അപ്പോൾ എൻ്റെ ആൻസർ വന്നത് മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ട് ഇറക്കാനും മേല. ഓപ്ഷൻ ബി ആണ്. 98ാമത്തെ ചോദ്യം PSC ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 99ാമത്തെ ചോദ്യം മഞ്ഞപ്പട്ടെടുത്തവൻ എന്ന് പറഞ്ഞ ആരാണ്? പീതാംബരൻ ശ്രീകൃഷ്ണനാണ്. ഇനി ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഇതിൽ ഏതൊക്കെയാണ്? ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും തന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് ഇതിൽ. ധൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.